ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഗോത്രവർഗ ജനസംഖ്യയുള്ള ഭാരതത്തിൽ തദ്ദേശീയ ജനങ്ങളെ ഓർമ്മിക്കുന്ന അന്താരാഷ്ട്ര ദിനാഘോഷം നടത്തിയതിന് ക്രൈസ്തവ മിഷണറിമാരെ പ്രതിക്കൂട്ടിലാക്കി തീവ്ര ഹിന്ദുത്വവാദികൾ. ആഘോഷത്തിൻ്റെ പേരിൽ സമൂഹത്തെ ഭിന്നിപ്പിക്കാനുള്ള ഗൂഢാലോചനയാണ് ഇന്ത്യയിലെ ബാഹ്യശക്തികളും ക്രിസ്ത്യൻ മിഷണറിമാരും നടത്തുന്നത് എന്ന് അഖില ഭാരതീയ വനവാസി കല്യാൺ ഗ്രൂപ്പ് ആരോപിച്ചു. ഭാരതീയ ജനതാ പാർട്ടിയുടെ രാഷ്ട്രീയ സ്വയം സേവക് സംഘവുമായി അഫിലിയേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഈ സംഘടന. അമേരിക്ക, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, കാനഡ തുടങ്ങിയ മറ്റ് രാജ്യങ്ങൾക്ക് വേണ്ടിയുള്ള ആഘോഷമാണ് ഇതെന്ന് വിമർശിച്ച സംഘടന നമ്മുടെ രാജ്യത്തെ എല്ലാ ജനങ്ങളും ഈ നാട്ടിലെ തദ്ദേശീയരാണെന്നും കൂട്ടിച്ചേർത്തു. എന്നാൽ തദ്ദേശീയരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്ന ആപ്തവാക്യത്തോടെ നടത്തിയ അന്താരാഷ്ട്ര ദിനാഘോഷത്തിന് ഒരു മതവുമായും ബന്ധമില്ലെന്ന് ന്യൂഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇന്ത്യൻ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ട്രൈബൽ സ്റ്റഡീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തലവൻ ഫാദർ വിൻസെൻ്റ് എക്ക പറഞ്ഞു. ഗോത്രവർഗക്കാർക്കിടയിലെ ക്രിസ്ത്യൻ മിഷനറി പ്രവർത്തനങ്ങൾക്കെതിരെ തുടർച്ചയായ ആരോപണങ്ങളാണ് ഹിന്ദുത്വവാദികൾ ഉന്നയിക്കുന്നതെന്നും വ്യക്തമായ രാഷ്ട്രീയ അജണ്ടയാണ് ഇതിന് പിന്നിലെന്നും ഫാദർ വിൻസെൻ്റ് കൂട്ടിച്ചേർത്തു. ഗോത്രവിഭാഗങ്ങൾ വിദ്യാഭ്യാസം നേടുന്നതും സ്വയം പര്യാപ്തതയിലെത്തുന്നതും ഇവർ ഭയക്കുന്നു എന്നതാണ് ഇതിന് കാരണമെന്നും ഇത്തരം തെറ്റായ പ്രചരണങ്ങളിൽ പെട്ടുപോകരുതെന്നും ഗോത്രവിഭാഗങ്ങളോട് അദ്ദേഹം അഭ്യർത്ഥിച്ചു. അതേസമയം ക്രിസ്ത്യൻ മിഷണറിമാരെ ആക്രമിക്കാൻ RSSും അതിൻ്റെ ഘടകകക്ഷികളും എപ്പോഴും പുതിയ കാരണങ്ങൾ കണ്ടെത്തുകയാണെന്ന് ജാർഖണ്ഡിലെ ഗോത്രവർഗ ഉപദേശക സമിതിയിലെ മുൻ അംഗം രത്തൻ ടിർക്കി പറഞ്ഞു. ഗോത്രവർഗക്കാരുടെ ക്ഷേമത്തിനായി ക്രിസ്ത്യൻ മിഷണറിമാർ ചെയ്യുന്ന സേവനങ്ങൾ ഇവർ എന്നെങ്കിലും തിരിച്ചറിയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.